അപ്പോൾ ജാസിം ഭായ്, തിങ്കളാഴ്ച നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള കൺസ്ട്രക്ഷൻ ടിപ്സോ അല്ലെങ്കിൽ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഒരു ഉപദേശങ്ങൾ എന്താ ഉള്ളത്? നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ കൺസ്ട്രക്ഷൻ ഫേസിന്റെ ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട സംഗതികളാണല്ലോ പറയുന്നത്. ഒരു പ്ലോട്ട് വാങ്ങുമ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, മൊയിനൊക്കെ ഒരു പ്ലോട്ട് വാങ്ങിക്കണം, ഒരു വീട് ആവശ്യാർത്ഥം ഒരു പ്ലോട്ട് വാങ്ങിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കും? ആദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ വെള്ളത്തിന് സൗകര്യം ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നോക്കുക. പിന്നെ നമ്മൾ വഴി, പിന്നെ നമ്മൾ ടൗണിലേക്കും അതേപോലെ റോഡിലേക്കുള്ള ആക്സസ്, പിന്നെ എല്ലാരും പറയും അയൽവാസി ചുറ്റുപാട്, നമ്മൾ നന്നാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവരും നമ്മളുമായിട്ട് കൂടി ചേരും. നമ്മൾ ഉടക്കാണെന്നുണ്ടെങ്കിൽ അവരും ഉടക്കും. അത് കാരണം എന്താ അറിയോ, അയൽവാസികൾ കാര്യങ്ങൾ സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നമ്മൾ അവരുമായിട്ട് ഇഴുകിച്ചേർന്ന് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചാൽ നല്ല അയൽവാസികൾ ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് വഴി വെച്ചിട്ടാണ് പറഞ്ഞാലോ. നിങ്ങളിപ്പോ പറഞ്ഞതിൽ രണ്ടാമത്തെ പോയിന്റ് ആണ് വെള്ളം എന്നുള്ളത്. ഇപ്പൊ നമുക്ക് അറിയില്ല, അതില്ലെങ്കിൽ പമ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാണേണ്ടി വരും. അപ്പൊ വഴി എന്നുള്ളതിനെ കുറിച്ച് നോക്കിയാലോ. നമ്മളിപ്പോ ഏതായാലും ഇവിടെ ഉണ്ട്, നമുക്കൊരു ലൈവ് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ അതാണ് പറഞ്ഞാലോ. സാധാരണ രീതിയിൽ നമ്മൾ എന്താ, ഇപ്പൊ നിങ്ങള് ഈ റോഡിന് പോയിട്ട് ഒരു മൂന്നാമത്തെ പ്ലോട്ടാണ് മൊയിനുക്കാന്റെ പ്ലോട്ട് എന്ന് വിചാരിക്കും. ഈ കച്ചാ റോഡ്, അതെ, ഈ ഇതിപ്പോ ഒരു പ്രൈവറ്റ് വഴിയാണ്. ഈ പ്രൈവറ്റ് വഴിക്ക് പോയിട്ട് മൂന്നാമത്തെ പ്ലോട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ എന്താണ്, ഇവിടെ വഴിയുണ്ട്, ഒക്കെ പക്കയാണ്, അതെ, എല്ലാം പക്കയാണ്. അങ്ങനെയാണെങ്കിൽ മൊയിനുക്ക പ്ലോട്ട് എടുക്കുവോ? എന്താണ് ഞാൻ എടുക്കുക? എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് നല്ല ഇത് പഞ്ചായത്ത് റോഡ്, അതെ, പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരെ ആക്സസ് ഉണ്ട്. അവിടെയാണ് നമുക്ക് അറിയാത്തൊരു സംഗതി. ഇപ്പൊ ഈ പറഞ്ഞ ഈ വഴി ഉണ്ടല്ലോ, ഇത് പക്കയാണ്, നിങ്ങൾ പറഞ്ഞ പ്രകാരം ഒക്കെ പക്കയാണ്. പക്ഷെ അതിലൊരു ചതിക്കുഴി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. യെസ്, അതായത് ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് ഇവിടെ ഒന്നും വഴിയില്ല. ഇത് 3 അടിന്റെ നടവഴിയോ ഇടവഴിയോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നീട് എന്താണ് സൗകര്യം വേണം എന്നുള്ള ആവശ്യാർത്ഥം ഈ വീട്ടുകാർ ചിലപ്പോൾ വിട്ടുകൊടുത്ത വഴിയായിരിക്കും. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുക, നമുക്കുള്ള വഴിയാണെന്ന് കരുതിയിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യും. മോനൊക്കെ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ സാധാരണ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഇവരല്ലേ നമ്മുടെ അയൽപക്കക്കാരല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠ അനിയന്റെ മക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ രേഖയിൽ ആധാരത്തിൽ ചിലപ്പോ ഇതൊരു നടവഴിയായിട്ട്, അതായത് ഒരു 3 അടി വഴി എന്നുള്ളതായിരിക്കും ആധാരത്തിൽ ഉണ്ടാവുക. 3 അടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരും. ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ ആൾക്ക് കൂളായിട്ട് നടന്നു പോകാനുള്ള ആധാരത്തിലൊക്കെ ഇങ്ങനെയാണ് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ വീട്ടുകാർ വിട്ടുകൊടുത്ത വഴിയാണിത്. പക്ഷെ നമ്മൾ കാണുമ്പോ എന്താ, പുതിയതായിട്ട് ഒരാൾ കാണുമ്പോ ഇത് 10 അടി വഴി എന്നുള്ളതാണ്. അപ്പോ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാളെ ഈ പ്ലോട്ടുകാർ മാറിയിട്ട് ഇവരുടെ പുതിയ തലമുറ വരുമ്പോൾ അവർക്ക് തമ്മിൽ തല്ലാനുള്ള ഒരു സാധ്യത നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടാണ്. ഇനി ഇതല്ലെങ്കിൽ ഇത് വേറൊരാൾക്ക് വിറ്റ് ഇവർ ഇവിടുന്ന് പോയി. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ആൾ വരുമ്പോൾ അയാൾ പറയണം, എന്റെ 30 സെന്റ് അളക്കുമ്പോൾ ഇത് വരുമ്പോൾ 28 സെന്റേ ഉള്ളൂ, എന്റെ അളവ് ഇവിടെയാണെന്ന് പറഞ്ഞ് ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു പണി കിട്ടും. അത് ശരിയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള വീട്ടുകാരുടെ അവരുടെ ആക്സസ്, അതേപോലെ തന്നെ അവരുടെ വണ്ടി പോകാനുള്ള എല്ലാം ഇതിന്റെ അപ്പുറത്തെ സെക്കൻഡ് പ്ലോട്ടിലുള്ള ആൾ പെടും. എന്താണ് പ്രൊവൈഡഡ്, ഇവരുടെ പ്രൈവറ്റ് വഴി ഇവര് 3 അടി പൊതുവഴിയും ബാക്കി ഇവരുടെ പ്രൈവറ്റ് സ്ഥലത്ത് നിന്ന് വിട്ടതാണെങ്കിൽ, അപ്പൊ ഇതൊരു പുതിയതായിട്ട് ഒരു വീട് എടുക്കാൻ വരുന്ന ഒരാൾ, അയാളുടെ പ്രോപ്പർട്ടി അത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ സാധാരണ നോക്കുക. കൃത്യമായിട്ട് അതിന്റെ വഴി അതിന്റെ ഡോക്യുമെന്റഡ് ആണോ, ഈ വഴിയിൽ അവരുടെ അവകാശം എന്താണെന്നുള്ളത് നോക്കണം. നമ്മൾ ആ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാൻ എന്താ മാർഗം? അപ്പൊ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആധാരം ചോദിക്കാൻ പറ്റുമോ? അല്ല, ഇവരെടുത്ത് വാങ്ങിക്കാന്നുള്ളതല്ല, ആ പ്ലോട്ടിലേക്കുള്ള വഴി എന്താന്നുള്ളത് നമുക്ക് ചോദിക്കാലോ. ആധാരത്തിൽ ഉണ്ടാവും. അപ്പൊ അതിലിപ്പോ 10 അടി വഴി എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ഇത് കറക്റ്റ് ആണ്. അതല്ല 3 അടിയുടെ ഇടവഴി എന്നാണെങ്കിൽ ഇതിലേക്കുള്ള വഴിയിലേക്ക് ഒന്നെങ്കിൽ ഇപ്പൊ ഈ സ്റ്റേജിൽ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ കിട്ടാവുന്ന സംഗതിയുള്ളൂ. ഇത് അതിര് ഇവിടെ തന്നെ കിടക്കണം, അതിന് അവർക്കൊരു റെമ്യൂണറേഷൻ കൊടുക്കുന്നു, പകരം അതിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളത്. ശരിയാണ്. എത്ര പോവാത്ത വഴിയാണെങ്കിലും അല്ലെങ്കിൽ എത്ര വിലയില്ലാത്ത സ്ഥലമാണെങ്കിലും ഇത് നമ്മളൊരു ആവശ്യക്കാരനായിട്ട് വരുന്ന സമയത്ത് അതാണ്. അതായത് നാളെ ഇപ്പൊ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് ക്ലിയർ, ഇന്നിപ്പോ 50,000 ആണെങ്കിൽ നമ്മൾ പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വഴിന്റെ വില മാറി. കാരണം അപ്പൊ നമ്മൾ ആവശ്യക്കാരനാണ്, അപ്പൊ നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മളവിടെ വീടും വെച്ച് കഴിഞ്ഞു. നേരെ മറിച്ച് ഒരു വീടില്ലാത്ത കാലി പ്ലോട്ടിന്റെ സമയത്താണെങ്കിൽ അതിന് പറയുന്ന ഒരു വില ഉണ്ട്. ഇതൊരു വീടായി കഴിഞ്ഞാല് പിന്നെ നമുക്ക് അത് വിറ്റാലും പോകില്ല. നമ്മൾ ഇത് വേണ്ടാന്ന് വെച്ച് വെക്കണമെങ്കിൽ അതിനും അതിലേക്ക് വഴി വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ 50,000 ഉള്ളത് 5 ലക്ഷമായിട്ട് മാറും ഒരു സെന്റിന്. അപ്പൊ ഒരു 1/2 സെന്റ് എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ അവിടെ പിന്നെ 2.5 ലക്ഷം കളയണം. പൈസ മാത്രല്ല, അന്ന് പിന്നെ നമുക്ക് ഈ അയൽപക്കക്കാരെ നോക്കിയിട്ടൊന്ന് ചിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാവില്ല. അല്ല, ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധത്തിൽ ചെറിയൊരു വിള്ളലായി, എങ്ങനെ തന്നെ ആയാലും ആ ഒരു അകൽച്ച അവിടെ ഉണ്ടാവും. അത് മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു തലമുറക്ക് തമ്മിൽ തല്ലാനുള്ള ഒരു സാഹചര്യം നമ്മൾ അവിടെ ഉണ്ടാക്കും. തീർച്ചയായും. എന്തെന്നെ ആയാലും എന്താ അറിയോ, ഇതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഒരു അറിവാണ്. ഇതറിയാത്ത ഒരുപാട് ആൾക്കാർ, വലിയ സംഗതിയല്ല, നിസ്സാരമാണ്. പക്ഷേ ഇത് തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രയാസം. തീർച്ചയായും. ഇപ്പം ഞാനൊരു പ്ലോട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകണില്ല. നമുക്കിപ്പോൾ ആക്സസ് ഉണ്ടോ അതോടെ കഴിഞ്ഞു. ഇത് നോക്കുന്നതും ഇതറിയുന്ന ആളുകളുണ്ടാവും.
നമ്മളിപ്പോ പറയണത് എന്താണെന്ന് വെച്ചാൽ അറിവില്ലാത്തവര് ഇതുപോലുള്ള ഒരു സംഗതിയിൽ വന്നിട്ട് കുടുങ്ങി നാളെ ഒരു പ്രശ്നത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് അറിഞ്ഞുകൊണ്ട് ആരും ആരെയും ചതിക്കണതോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ പറയുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും നമ്മളുടെ ഈ ഒരു യുവേഴ്സ് മൈനു എന്നുള്ള ഈ ചാനലിൽ ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ ടിപ്സും അതേപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള പറ്റിക്കലും അതുപോലെ തന്നെ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുവേഴ്സ് മൈനു എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.